ഫ്രണ്ട്സ്, ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു 2 കായും ഒരു ചേനയും വെച്ചൊരു കുറുക്ക് കാളനാണ്. കാളൻ സദ്യയിലൊക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ കിട്ടുന്ന കുറുക്ക് കാളൻ. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ 2 കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി മതി ചേന. ഇതെല്ലാം നമുക്ക് ചെറിയ കഷ്ണമാക്കി എടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ: ഒരു 1/2 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, ജീരകം, ലേശം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ലേശം മുളക് പൊടി, പിന്നെ 1/2 കപ്പ് തൈര് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ ആവശ്യമുള്ള സാധനം: കടുക് വറുക്കുന്നതിനായി, താളിക്കുന്നതിനായി 3 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, കടുക്, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം. ഇത്രയുമാണ് ഈ കാളന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് നമ്മൾ വെന്ത് വരുമ്പോഴത്തേക്ക് ഇത് കുറുകിയ കാളനായിട്ട് മാറും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കിതെല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. അതിനായി ഒരു കട്ടിംഗ് ബോർഡ് എടുത്ത് നമുക്ക് ഏത്തയ്ക്ക 2 സൈഡും തൊലി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയ ശേഷം ക്യൂബ്സായി എടുക്കണം. 4 കീറി വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഇടാം നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കളർ പെട്ടെന്ന് മാറും. അടുത്ത കായ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ചേന നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചേന കട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പെട്ടണം. അല്ലെങ്കിൽ കൈ ചൊറിയും. കട്ട് ചെയ്യും. കുറച്ച് മുമ്പേ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞു വെച്ചതാണ്. പെട്ടെന്ന് ഇതിൻ്റെ തൊലി കറുക്കും. അതുകൊണ്ട് അരിഞ്ഞ ഉടനെ തന്നെ നമുക്കിത് വെള്ളത്തിലിടണം.
പാൻ എടുത്ത് ഞാൻ ചട്ടിയിലല്ല ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാ കായ്കളെല്ലാം അതിനകത്തിടാം. ഇട്ട ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. നമ്മളാകെ പച്ചമുളകിൻ്റെ എരിയേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒന്ന് ഇളകിയ ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ച് ഈ പാത്രത്തിൽ എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് എടുക്കുക ഒന്ന് വെന്ത് കിട്ടാൻ. ചേനയ്ക്കൊക്കെ ചിലപ്പോൾ വേവ് കാണും. ഈ സമയം കൊണ്ട് നമുക്ക് ഈ അരപ്പൊന്ന് തയ്യാറാക്കാം. മിക്സിയിലെ ഒരു ജാറെടുത്ത് അതിലേക്ക് 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, അടുത്ത് കുരുമുളകില്ല, അതുകൊണ്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് തേങ്ങ, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരയ്ക്കാം. പിന്നീട് വീണ്ടും തുറന്ന് നോക്കിയ ശേഷം അരയ്ക്കാം. തേങ്ങ നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ചേർക്കാം. അടപ്പൊന്ന് തുറന്ന് നോക്കാം. കായം ചേനയെല്ലാം നല്ലതുപോലെ വെച്ച് കുറുകിയിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിപ്പോൾ ഇതിലോട്ട് ചേർക്കാം. മിക്സ് ചെയ്യാം. തേങ്ങയുടെ പച്ച രുചി മാറുന്നവരെ ഇളക്കി കൊടുക്കണം. നമുക്ക് മിക്സി കഴുകിയ ജാറിൽ വെള്ളം കൂടെ ഒഴിക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങയുടെ പച്ച രുചി മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത്. കറിയെല്ലാം കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ലോ ഫ്ലെയിം ആക്കാം. നമുക്ക് നല്ലപോലെ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു 1/2 കപ്പ് തൈര് കൂടെ ചേർക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കാൽ ടീസ്പൂൺ ഉലുവയും പച്ചമുളകും ഒരു 2 കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കും. ഇതൊരു നിറത്തിന് വേണ്ടിയാണ്. നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. അടച്ചു വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇത് സദ്യയുടെ സൈഡ് ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കാളനാണ്. കുറുക്ക് കാളൻ എന്നും പറയും. ഇത് ഇരുന്ന് കുറേ വറ്റും. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. കറിയെല്ലാം നല്ലതുപോലെ
കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും കൂടെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഈ കറി ഇരുന്ന് കുറേ പറ്റും. അങ്ങനെ നമ്മുടെ സദ്യയിലെ കുറുക്ക് കാളൻ അഥവാ കാളൻ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. കാളനെല്ലാം കുറുകി. ഈ സമയം നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കുറുക്ക് കാളൻ റെഡി.